ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ. എൻ്റെ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പ്രപഞ്ചനാഥനായ ദൈവത്തിൻ്റെ സമാധാനമുണ്ടാകട്ടെ. വിഷയം വളരെ ഗഹനമാണ്. വിഷയം വിദ്യാഭ്യാസമാണ്. എന്താണ് വിദ്യാഭ്യാസം? ആ വിദ്യാഭ്യാസം കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ സ്കൂൾ ചേർക്കുമ്പോൾ അക്കാഡമിക് ഇയർ വരാൻ പോവുകയാണല്ലോ. ജൂൺ മുതൽ നമ്മുടെ മാതാപിതാക്കൾ പരക്കം പാച്ചിലാണ്. മക്കളെ എവിടെ ചേർക്കണം, ഏത് സിലബസ് ആയിരിക്കണം, സ്റ്റേറ്റ് സിലബസോ CBSO IBSO ICSO IBMO അല്ലെങ്കിൽ മറ്റ് ഇൻ്റർനാഷണൽ സിലബസ്, ഇങ്ങനെ സിലബസിൻ്റെ പേരിൽ ഒരു ഭാഗം, മറുഭാഗത്ത് ഈ എഡ്യൂക്കേഷനെ പറ്റിയുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാടുമില്ലാത്ത വേറെ ചിലർ. ഈ പ്രത്യേക ഒരു സാഹചര്യത്തിൽ എന്താണ് വിദ്യാഭ്യാസം? ആ വിദ്യാഭ്യാസത്തിൻ്റെ ഹോളിസ്റ്റിക് സമഗ്രമായ കാഴ്ചപ്പാടെന്താണ്? വിദ്യാഭ്യാസം എന്ന പദം, അതിന് നിഷ്പത്തി ലാറ്റിൻ ഭാഷയിൽ നിന്നിട്ട് 3 ലാറ്റിൻ ഭാഷ 3 പദങ്ങൾ ഉണ്ടായതാണ്. 3 പദങ്ങൾ നിന്നിട്ട്. ഒന്ന് എഡ്യൂക്കേറ്റർ, എഡ്യൂസിയർ ആൻഡ് എഡ്യൂക്കെയർ. എഡ്യൂക്കേറ്റർ എന്ന് പറയുമ്പോൾ ടു ട്രെയിൻ ദ സ്റ്റുഡൻറ്റ്, കുട്ടിയെ ട്രെയിൻ ചെയ്തുകൊണ്ട്, അഭ്യസിപ്പിച്ചുകൊണ്ട് ഒരു കുട്ടിയെ വളർത്തിയെടുക്കുക. രണ്ടാമത്തേത് എഡ്യൂസിയർ. എന്താണ്? ടു ബ്രിങ് ഫോർത്ത്, ടു ഡ്രോ ഫോർത്ത് വാട്ട് ഈസ് വിതിൻ. ആ കുട്ടിയുടെ അകത്തുള്ള അവൻ്റെ എല്ലാ സർവോന്മുഖമായ അവൻ്റെ കഴിവുകളെ, അവൻ്റെ പൊട്ടൻഷ്യാലിറ്റികളെ പുറത്ത് കൊണ്ടുവരിക. ടു ബ്രിങ് ഫോർത്ത്, ടു ഡ്രോ ഫോർത്ത്. മൂന്നാമത്തത് എഡ്യൂക്കെയർ. എന്താണത്? ടു ബ്രിങ് അപ്പ്, ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക. ഈ 3 പദവും അതിൻ്റെ അർത്ഥവും ഉൾക്കൊള്ളുന്നതാണ് വിദ്യാഭ്യാസം. പ്രത്യേകിച്ച് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ഫിലോസഫി, ഈ എഡ്യൂക്കേഷന് 3 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന് തർബിയത്ത്, 2 തഅലീം, 3 തഅദീബ്. ആ കുട്ടിക്ക് ഘട്ടം ഘട്ടമായി കൊടുക്കാൻ തർബിയത്ത്, അതുപോലെ കുട്ടിക്ക് വിദ്യാഭ്യാസ ബോധമുണ്ടാക്കി കൊടുക്കൽ, ആ കുട്ടിക്ക് ആവശ്യമുള്ള മറ്റ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, അവൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, മറ്റു ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിലുള്ള വിദ്യാഭ്യാസം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്ത്യയുടെ ബഹുസ്വരതയിൽ, നമ്മുടെ ജീവിക്കുന്നത് ഒരു ബഹുസമൂഹത്തിലാണ്, ഒരു പ്ലൂറൽ സൊസൈറ്റിയിലാണ്. ഇവിടെ സനാതന മൂല്യങ്ങൾ, ഇവിടുത്തെ ഇന്ത്യക്കാരുടെ സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം മതങ്ങൾ, ഹിന്ദു മതമായിക്കോട്ടെ, ഇന്ത്യയുടെ പ്രാചീന മതമായ ഹിന്ദു മതമായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഈ മുഖ്യധാര മതങ്ങളിലേക്ക് അടിസ്ഥാനപരമായി അവിടെ എഡ്യൂക്കേഷൻ ഫിലോസഫി ഒന്നാണ്. കുട്ടി കേവലം അവൻ്റെ ഭൗതികത മാത്രമല്ല, അവൻ്റെ മെറ്റീരിയൽ ഫാക്ടർ മാത്രമല്ല, മറിച്ച് ആ കുട്ടിയുടെ ആത്മീയത, സ്പിരിച്വാലിറ്റിയും കൂടി പരിഗണിച്ചു കൊണ്ടായിരിക്കണം വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള എഡ്യൂക്കേഷൻ ഫിലോസഫി അംഗീകരിച്ചവരാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1835 ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ ചിന്തകനായ ലോർഡ് മെക്കാലി കൊണ്ടുവന്ന വെസ്റ്റേൺ ഫിലോസഫി അധിഷ്ഠിതമായ വിദ്യാഭ്യാസം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നടപ്പിലായിട്ടുണ്ട്. അവിടെ എന്താ ലക്ഷ്യമാക്കുന്നത്? കേവലം ഇംഗ്ലീഷ് ലാംഗ്വേജ്, നല്ല ഭാഷാപരമായ കഴിവുണ്ടാക്കിയെടുത്ത് ഒരു കാര്യങ്ങളൊക്കെ ബൈഹാർട്ട് പഠിപ്പിച്ച് അവനെ ബ്രിട്ടീഷുകാരെ സേവിക്കുന്ന ഗുമസ്തമനാക്കി മാറ്റാനുള്ള, അല്ലെങ്കിൽ പ്രൊഫഷണലിസ്റ്റുകൾ, നമ്മൾ കാഴ്ചപ്പാടൊക്കെ തന്നെയാണല്ലോ, പ്രൊഫഷണലാക്കി മാറ്റുക. കുട്ടികളിങ്ങനെ പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് SLC പാസ്സാവുക, +2, പിന്നെ ഡിഗ്രി, പിന്നെ ഏതാണ് അവൻ്റെ മെറ്റീരിയൽ ഭാഗം മാത്രം ചിന്തിച്ചു കൊണ്ടുള്ള നിലപാട്. ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ എഡ്യൂക്കേഷൻ, അതിനൊരു 3 ഏജൻ്റ് ഉണ്ട്, 3 സിസ്റ്റമുണ്ട്. ഒന്ന് ഫോമൽ, രണ്ടാമത്തത് ഇൻഫോമൽ, മൂന്നാമത്തത് നോൺ ഫോമൽ. എന്താണ് ഫോമൽ? സാധാരണ വ്യവസ്ഥാപിതമായിട്ട് സ്ട്രക്ചേർഡ് സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷൻ which are given in the school or college or university. നമ്മുടെ അറിയപ്പെട്ട വ്യവസ്ഥാപിതമായിട്ടുള്ള സ്കൂൾ സംവിധാനങ്ങളിൽ പഠിപ്പിക്കുന്ന ഭൗതികമായിക്കോട്ടെ
ആത്മീയമായ വിദ്യാഭ്യാസമായിക്കോട്ടെ, അതിനൊക്കെ പേരെന്താണ്? ഫോമൽ, ഔപചാരികമായ വിദ്യാഭ്യാസം. ഈ ഔപചാരികമായ വിദ്യാഭ്യാസത്തിൻ്റെ കൂടെ ഒരു കുട്ടിയെ അവൻ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മേഖലയാണ് അവൻ്റെ അനൗപചാരികമായിട്ടുള്ള അല്ലെങ്കിൽ ആനുഷംഗികമായിട്ടുള്ള അവൻ്റെ വിദ്യാഭ്യാസം. അതാണ് ഇൻഫോമൽ. ഇൻഫോമൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ ജനിച്ചത് മുതൽ മരണം വരെ അവൻ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ജ്ഞാനം കരസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ബൈ ബർത്ത് ഹീസ് എൻ ഇൻഫോമൽ സ്റ്റുഡൻ്റാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്ന തന്നെ ഒരു ഇൻഫോമൽ, അനൗപചാരികമായിട്ടുള്ള അവന് വിദ്യ കിട്ടിക്കൊണ്ടേനുണ്ട്. അവൻ്റെ മാതാപിതാക്കളിൽ നിന്നിട്ടും അവൻ്റെ വീട്ടിൽ നിന്നിട്ടും അവൻ്റെ ചുറ്റുപാട്, അവൻ്റെ ഫ്രണ്ട്സ്, അവൻ ബന്ധപ്പെടുന്ന സാമൂഹ്യ മേഖല, അവൻ ബന്ധപ്പെടുന്ന സോഷ്യൽ സെറ്റപ്പ്, അവൻ ബന്ധപ്പെടുന്ന ആരൊക്കെയുണ്ട് അവിടെ നിന്നൊക്കെ ദിവസവും ഓരോ സമയത്തും അവന് അനുസ്യൂതം വിദ്യാഭ്യാസം അവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ല, അത് ഫോമലല്ല, അനൗപചാരികമാണ്. ഈ അനൗപചാരികമായ വിദ്യാഭ്യാസമാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ. ഒരു കുട്ടി യഥാർത്ഥ ബോധമുള്ള, യഥാർത്ഥ കോൺഷ്യസ്നസ്, യഥാർത്ഥ കാലികമായിട്ടുള്ള അല്ലെങ്കിൽ മൂല്യങ്ങൾ അംഗീകരിക്കുന്ന നല്ല ബോധമുള്ള കുട്ടിയാക്കി മാറ്റുന്നത് എന്താണ്? അവൻ്റെ അനൗപചാരികമായ വിദ്യാഭ്യാസമാണ്. തീർച്ചയായിട്ടും ഔപചാരികമായിട്ടുള്ള ഫോമൽ വിദ്യാഭ്യാസം സ്വാധീനിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ സ്വാധീനിക്കുന്നത് അവൻ്റെ സോഷ്യൽ മീഡിയ ബന്ധം, അവൻ്റെ ഇൻ്റർനെറ്റ് ബന്ധം, അവൻ്റെ സുഹൃത്തുക്കളുമായുള്ള ബന്ധം, ഇങ്ങനെ അനൗപചാരികമായിട്ട് കിട്ടുന്ന വിദ്യാഭ്യാസമാണ്. ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കണ്ട് ഫോമൽ എഡ്യൂക്കേഷൻ കൊടുത്താലും അവനെ മോൾഡ് ചെയ്യുന്നതിൽ അത് പ്രത്യേകിച്ച് സ്വാധീനിക്കാൻ പോകുന്നില്ല. കുറേ വിദ്യാഭ്യാസം കിട്ടി, കുറേ കാണാതെ പഠിച്ചു, കുറേ ബൈഹാർട്ട് ചെയ്തു, ഒരു മാർക്കെടുത്തു, ആ മാർക്കനുസരിച്ചുള്ള അവനെ ക്ലാസ്സിൽ ഉയർച്ച കിട്ടി, അല്ലെങ്കിൽ ക്ലാസ് പാസ്സായി, അല്ലെങ്കിൽ 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇൻഫോമൽ, ഫോമൽ, ഈ രണ്ട് മേഖലയും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ഇൻഫോമൽ മേഖല നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് കുട്ടികളെ ശരിക്കും സ്വാധീനിക്കും. അതുപോലെ തന്നെ ഈ ഫോമൽ എന്ന് പറയുന്നത് അവിടെ മതപരമായ വിദ്യാഭ്യാസമുണ്ട്. മതപരമായി നമ്മുടെ ഇന്ത്യയിൽ എല്ലാവരും മതമൂല്യമായി അംഗീകരിക്കുന്നവരാണ്. ഒരു ഹിന്ദു യഥാർത്ഥ ഹിന്ദുവായി ജീവിക്കണം, ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണം. ഇവിടെയൊക്കെ സമാധാനപ്രേമികളാണ്. ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യൻസുമൊക്കെ സമാധാനപ്രേമികളാണ്. ഈ സമാധാനം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് എവിടെ നിന്ന് ലഭിച്ചു? അവരുടെ മതമൂല്യങ്ങളിൽ നിന്നാണ്, മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഇസ്ലാമിൽ മുസ്ലിങ്ങളുടെ മതഗ്രന്ഥം പഠിപ്പിക്കുന്നത് തന്നെയാണ്. യഥാർത്ഥ മനുഷ്യനാവുക, യഥാർത്ഥ മൂല്യങ്ങൾ അംഗീകരിക്കുക, മനുഷ്യനായി ജീവിക്കുക. മൂല്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് യഥാർത്ഥ മനുഷ്യനായി ജീവിക്കാൻ ഒരു മുസ്ലിം ഗ്രന്ഥം പഠിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. അതുപോലെ നമ്മുടെ മുസ്ലിങ്ങളുടെ ഗ്രന്ഥം, അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയുണ്ട്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഫിലോസഫിയിൽ ഏതാണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിമുകളൊക്കെ മൂല്യങ്ങൾ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അവൻ്റെ ഭൗതികത, അതുമാത്രമല്ല അവൻ്റെ ആത്മീയതയും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്. ആ വിദ്യാഭ്യാസം മാത്രമായിരിക്കുള്ളൂ ഒരു കുടുംബത്തിനും ഒരു നാട്ടിനും ഒരു രാഷ്ട്രത്തിനും കൺസ്ട്രക്റ്റീവായിട്ടുള്ള എഡ്യൂക്കേഷൻ. അവർക്ക് മാത്രമേ ഇവിടെ യഥാർത്ഥ വിദ്യാഭ്യാസമുള്ളതായി ജീവിക്കാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമേ ഒരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമാണ് ഇവിടെ ഒരു മാറ്റങ്ങൾ, വിപ്ലവം ഉണ്ടാകാൻ സാധിക്കുള്ളൂ. കേവലം ജോലിക്ക് വേണ്ടി പഠിച്ച കേവലം പ്രൊഫഷണലിസ്റ്റുകൾക്കൊന്നും അവർക്ക് അവരുടെ ജീവിതം മാത്രം, പേഴ്സണൽ ലൈഫാണ് അവർക്ക്. അതപ്പുറം അവർക്ക് കുടുംബപരമായോ സാമൂഹികമായിട്ടുള്ളോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായുള്ള പ്രതിബദ്ധത അവർ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മുടെ കുട്ടികളെ നമ്മൾക്ക് എല്ലാ കരിക്കുലവും ഒക്കെയാണ്. ഇനിയിപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ CBS ആയിക്കോട്ടെ, ICS ആയിക്കോട്ടെ, IB ആയിക്കോട്ടെ, മറ്റു ഇൻ്റർനാഷണൽ സിലബസ് ഏതായിക്കോട്ടെ, അവിടെ ഈ പറയപ്പെടുന്ന യഥാർത്ഥ വിദ്യാഭ്യാസം, ആത്മീയമായ വിദ്യാഭ്യാസം, എത്തിക്കൽ നോളേജ്, മോറൽ നോളേജ് പഠിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ കേവലം ഭൗതികമായ വിദ്യാഭ്യാസം കൊണ്ട് ഒരു മനുഷ്യൻ മാറില്ല. അവൻ കേവലം ഒരു മെറ്റീരിയലിസ്റ്റ്, ഒരു ഭൗതികവാദിയായി മാറാൻ മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ കുട്ടികളെ ശരിക്കും ശ്രദ്ധിച്ച് എവിടെ ഏത് സ്ഥാപനം പഠിപ്പിക്കണം എന്ന് നമ്മൾ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ സ്ഥാപനവും അതിന് ചുറ്റുപാടും അവൻ്റെ സുഹൃത്തുക്കളും അവൻ ബന്ധപ്പെടുന്ന അവൻ്റെ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ, അവൻ ബന്ധപ്പെടുന്ന അവൻ്റെ ഇൻ്റർനെറ്റ്, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട്, ഇതൊക്കെ ശരിക്കും ശ്രദ്ധയോടുകൂടി നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് അവന് ഏത് കരിക്കുലം പഠിപ്പിക്കുന്നതിലും ഒരു കുഴപ്പമില്ല.
അതാണ് ഏറ്റവും ചുരുങ്ങി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നമ്മളിപ്പോൾ വിദ്യാഭ്യാസ വർഷം എന്ന നിലയ്ക്ക്, അക്കാഡമിക്കൽ ഇയർ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പരക്കം പാച്ചിലാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്, എൻ്റെ മകൻ അവന് ഈ പറയപ്പെടുന്ന ഫോമൽ അതുപോലെ ഇൻഫോമൽ ഈ രണ്ട് വിദ്യാഭ്യാസവും ഭംഗിയായി അവൻ ലഭിക്കണം. എന്നിട്ട് അവൻ നല്ല ഒരു കുട്ടിയായി ഒരു കുടുംബത്തിനും ഒരു സമൂഹത്തിനും ഒരു രാഷ്ട്രത്തിനും നല്ല സൃഷ്ടിപരമായ അവൻ്റെ ഗുണങ്ങളൊക്കെ പുറത്തെടുത്തുകൊണ്ട് ഗുണകരമാകുന്ന ഒരു കുട്ടിയായി മാറാൻ വേണ്ടി നമ്മളൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ നിലക്കുള്ള ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ദൈവം തമ്പർ നമ്മളൊക്കെ തുണക്കുമാറാകട്ടെ.